പ്രതിരോധ കയറ്റുമതി രംഗത്ത് മറ്റൊരു നിർണായക നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഇന്ത്യ. ഗൈഡഡ് പിനാക റോക്കറ്റ് സംവിധാനങ്ങളുടെ ആദ്യ ബാച്ച് അർമേനിയയ്ക്കായി നൽകിയാണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചത്. ഇന്ത്യയും അർമേനിയയും തമ്മിൽ ഒപ്പുവെച്ച ഏകദേശം 2000 കോടി രൂപയുടെ പ്രതിരോധ കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള വിതരണമാണ് ഇതോടെ ആരംഭിച്ചിരിക്കുന്നത്. 4 പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ ബാറ്ററികൾ, ഗൈഡഡ് റോക്കറ്റുകൾ, മറ്റ് യുദ്ധക്കോപ്പുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ കരാർ. ഇതിനു മുമ്പ് ഇന്ത്യ ഗൈഡഡ് അല്ലാത്ത പിനാക റോക്കറ്റുകൾ അർമേനിയയ്ക്ക് നൽകിയിരുന്നു. 2023 ജൂലൈയിൽ ആരംഭിച്ച വിതരണം 2024 നവംബറോടെയാണ് പൂർത്തിയാക്കിയത്. ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്ന ഗൈഡഡ് പതിപ്പ് കൂടുതൽ കൃത്യതയുള്ള ആക്രമണശേഷി ഉറപ്പാക്കുന്നവയാണ്. 2022 സെപ്റ്റംബറിലാണ് അർമേനിയ ഇന്ത്യയുമായി 2000 കോടി രൂപയുടെ കരാർ ഒപ്പുവെച്ചത്. ഇതോടെ പിനാക റോക്കറ്റ് സംവിധാനം വാങ്ങുന്ന ആദ്യ രാജ്യമായി അർമേനിയ മാറിയിരിക്കുകയാണ്. ഇതേസമയം ഫ്രാൻസ് ഉൾപ്പെടെ യൂറോപ്പിലെയും തെക്കുകിഴക്കൻ ഏഷ്യയിലെയും നിരവധി രാജ്യങ്ങൾ പിനാക വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. പിനാക മിസൈലുകളുടെ കയറ്റുമതി ആരംഭിച്ചതിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായ ശേഷി കൂടി അരക്കിട്ടുറപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. ഏറെ ദൂരെയല്ലാത്തൊരു കാലത്ത് പ്രതിരോധ സംവിധാനങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇന്ന് അതിവേഗത്തിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറിക്കഴിഞ്ഞു. ഒരു ശതാബ്ദം മുമ്പ് 1000 കോടി രൂപയ്ക്കും താഴെയായിരുന്ന പ്രതിരോധ കയറ്റുമതി ഇന്ന് റെക്കോർഡ് 24,000 കോടി രൂപയിൽ എത്തിയിട്ടുണ്ട്. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം നിർണായകമായ പങ്ക് വഹിച്ചു എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ആഭ്യന്തര പ്രതിരോധ ഉൽപാദനം 2014 46,425 കോടി രൂപയായിരുന്നത് ഇപ്പോൾ 1.51 ലക്ഷം കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. കൃത്യതയും ദീർഘദൂര ആക്രമണ ശേഷിയും കൊണ്ട് പ്രശസ്തമായിരിക്കുകയാണ് പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സംവിധാനം. ആദ്യഘട്ടത്തിൽ ഏകദേശം 37.5 കിലോമീറ്റർ ആയിരുന്നു ആക്രമണ ദൂരം. പിന്നീട് 75 കിലോമീറ്ററായി ഉയർത്താനായി. ഏറ്റവും പുതിയ പരീക്ഷണ പതിപ്പ് 120 കിലോമീറ്റർ വരെ ദൂരത്തിൽ ലക്ഷ്യം ഭേദിക്കാൻ സജ്ജമാണ്. 2022 ഏപ്രിലിൽ ഇന്ത്യൻ സൈന്യം പിനാക MK1 പതിപ്പ് സേനയിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ഇപ്പോൾ ഏകദേശം 2500 കോടി രൂപ വിലമതിക്കുന്ന 1200 കിലോമീറ്റർ വരെ ദൂരമുള്ള റോക്കറ്റുകൾ ഉൾപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് സൈന്യം. നിലവിൽ ഉപയോഗിക്കുന്ന ലോഞ്ചിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നു തന്നെ ഈ പുതിയ റോക്കറ്റുകൾ വിന്യസിക്കാനാകും. 1980കളുടെ അവസാനത്തിൽ DRDOയാണ് പിനാക റോക്കറ്റ് സംവിധാനം വികസിപ്പിച്ചത്. റഷ്യൻ ഗ്രാഡ് പോലുള്ള മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് പകരമായാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ്, സോളാർ ഇൻഡസ്ട്രീസ്, മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡ്, ഇക്കണോമിക്സ് എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡ് തുടങ്ങിയ ഇന്ത്യൻ കമ്പനികളാണ് ഇപ്പോൾ നിർമ്മാണത്തിൽ പങ്കാളികൾ. പിനാകയ്ക്ക് പുറമെ ആകാശ് മിസൈൽ പ്രതിരോധ സംവിധാനവും ഇന്ത്യ കയറ്റുമതി ചെയ്യാൻ ഒരുങ്ങുകയാണ്. ആകാശ് മിസൈൽ സംവിധാനങ്ങൾ ആദ്യം വാങ്ങുന്ന രാജ്യവും അർമേനിയ തന്നെ. ഫിലിപ്പീൻസ്, ബ്രസീൽ, ഈജിപ്ത്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളും ആകാശിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രതിരോധ കയറ്റുമതി വർദ്ധിക്കുമ്പോൾ ആഗോള പ്രതിരോധ വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തമാകുകയാണ്.